ചാന്ദ്രദിന ക്വിസിന്റെ ഒന്നാം ഭാഗം നമ്മൾ പഠിച്ചല്ലോ. ഇനി നമുക്ക് രണ്ടാം ഭാഗം പഠിക്കാം. പഠിച്ചുകൊണ്ട് പഠിക്കാം. SS എജു വേൾഡിന്റെ കൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ആരംഭിക്കാം. പാർട്ട് 1 കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവരും ലൈക്കും കമന്റും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം, ചന്ദ്രൻ ഭൂമിക്കും സൂര്യനും ഇടയിലായതിനാൽ ചന്ദ്രന്റെ പ്രകാശം ഭൂമിയിൽ നിന്നും കാണാൻ കഴിയാത്ത അവസ്ഥ എന്താ വെച്ചിട്ടാ? അമാവാസി. വെരി ഗുഡ്. എങ്ങനെയാ പാച്ചുക്കുട്ട നീ ഇത് ഓർത്തു വെക്കുന്നത്? അമ്മാവൻ വസിക്കാൻ പോയി. അതന്നെ, കാരണം അമ്പിളിയമ്മാവൻ എന്നല്ലേ വിളിക്കുന്നത്. അമ്പിളിയമ്മാവൻ എവിടെയോ വസിക്കാൻ പോയി. അമാവാസി. അമ്പിളിയമ്മാവൻ ഇല്ല. ചോദ്യം ഇതാണ്, പൂർണ്ണചന്ദ്രനെ കാണുന്ന ദിവസം. പൂർണ്ണമി. പൂർണ്ണമിയല്ല മോനെ, പൗർണമി. അത് തന്നെ, പൗർണമി. പൂർണ്ണചന്ദ്രൻ കാണുന്ന ദിവസം പൗർണമി. ഓക്കെ. അടുത്ത ചോദ്യം, നമ്മൾ ഇന്നലെ ചന്ദ്രയാൻ 3 പഠിച്ച ഓർമ്മല്ലേ? ചന്ദ്രയാൻ 3ന്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? പറ. വീരമുത്തുവേൽ. നോക്കൂ, ഇദ്ദേഹമാണ് വീരമുത്തുവേൽ, ചന്ദ്രയാൻ 3ന്റെ പ്രൊജക്ട് ഡയറക്ടർ. ഓക്കെ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ കാലം ISROയുടെ ചെയർമാനായ വ്യക്തി ആരാണ്? പറ. സതീഷ് ധവാൻ. ഓക്കെ, ഗുഡ്. ഇതാണ് പാച്ചക്കുട്ട ഏറ്റവും കൂടുതൽ കാലം ISRO ചെയർമാനായ ഡോക്ടർ സതീഷ് ധവാൻ. മനസ്സിലായില്ലേ? അടുത്ത ചോദ്യം, ISRO ആരംഭിച്ച വർഷം ഏതാണ്? പാച്ചക്കുട്ട അറിയോ? ഏതാ? 1969. വെരി ഗുഡ്. അപ്പോൾ ISRO ആരംഭിച്ച വർഷമാണ് 1969. നമ്മൾ ഇന്നലെ പഠിച്ച ഓർമ്മല്ലേ, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വർഷം ഏതാ? 1969 അല്ലേ? അത് തന്നെയാണ് ISRO ആരംഭിച്ച വർഷം. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്, ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാ? പറഞ്ഞ പാച്ചു. ലൂണ 2. വെരി ഗുഡ്. ഇതാട്ടോ പാച്ചുകുട്ട മനുഷ്യൻ ചന്ദ്രനിലേക്ക് വിട്ട ആദ്യ പേടകമായ ലൂണ 2. മറക്കരുതേ. അടുത്ത ചോദ്യം ഇതാണ്, ലൂണ 1 ഏതു രാജ്യത്തിന്റെ പേടകമാണ്? പാച്ചു, ഈ ലൂണ എന്ന് പറയുമ്പോൾ തന്നെ ചന്ദ്രൻ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ ലൂണ 1ഉം ലൂണ 2 ഒക്കെ ഏത് രാജ്യത്തിന്റെ പേടക? പറഞ്ഞേ. റഷ്യ. സോ ഇവരാട്ടോ റഷ്യ. അന്ന് ഈ ലൂണയൊക്കെ അയക്കുന്ന ആ കാലത്ത് റഷ്യ ഇല്ല, USSR എന്നാണ്. അപ്പൊ ഇവരാണ് ആദ്യമായിട്ട് ഈ ലൂണ ദൗത്യങ്ങൾ വിട്ടത്. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്, ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്ന പേരെന്താ? അറിയോ മോന്? റെഗോലിത്ത്. എടുക്കാനാണല്ലോ. ഇതാട്ടോ ചന്ദ്രനിലെ മണ്ണ്. നല്ല രസല്ലേ? റെഗോലിത്ത് എന്നാണ് പേര്. എന്താണ്? ഓക്കെ. അടുത്തത്, ഇന്ത്യയുടെ ചന്ദ്ര ദൗത്യങ്ങൾക്ക് ചന്ദ്രയാൻ എന്ന പേര് നൽകിയത് ആരാണ്? വാജ്പേയി. ഓക്കെ, വെരി ഗുഡ്. AB വാജ്പേയി. ഇതാട്ടോ AB വാജ്പേയി. പാച്ചു, അച്ഛൻ മോൻ്റെയൊക്കെ പ്രായമുള്ള സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇദ്ദേഹമാണ്. അപ്പം ആൾക്കാർ പ്രധാനമന്ത്രിയുടെ പേര് വയ്ക്കും. അപ്പം എനിക്ക് പറയാറില്ലല്ലോ. അപ്പം എന്താ പറയാ അറിയോ? വാജ്പേയി. പ്രധാനമന്ത്രി ആരാ അന്ന്? AB വാജ്പേയി. അപ്പോൾ ചന്ദ്രയാൻ എന്ന പേര് നൽകിയ ആളുടെ പേരെന്താ? AB വാജ്പേയി. അടുത്ത ചോദ്യം ഇതാണ്, ചന്ദ്രയാൻ 3ന്റെ വിക്രം ലാൻഡർ പഠിച്ചില്ലേ നമ്മള്? ഈ വിക്രം ലാൻഡർ ലാൻഡ് ചെയ്ത പ്രദേശത്ത് നമ്മൾ ഒരു പേരിട്ടുണ്ട്. അറിയോ പേര്? പറ. ശിവശക്തി പോയിന്റ്. ഇതാട്ടോ ശിവശക്തി പോയിന്റ്. കണ്ടോ വിക്രം ലാൻഡർ ലാൻഡ് ചെയ്യുന്നത്? മറക്കരുത്, വിക്രം ലാൻഡർ ലാൻഡ് ചെയ്ത സ്ഥലത്തിന്റെ പേരെന്താ? ശിവശക്തി പോയിന്റ്. അടുത്തത്, ഇന്ത്യയും ജപ്പാനും സംയുക്തമായി നടത്തുന്ന ചാന്ദ്ര പരിവേഷണ ദൗത്യത്തിന്റെ പേരെന്ത്? അറിയോ? ലൂണാർ പോളാർ. ഇതാട്ടോ നമ്മള് ജപ്പാനുമായി നടത്തുന്ന സംയുക്ത ചാന്ദ്ര ദൗത്യമാണ് ലൂണാർ പോളാർ. പറഞ്ഞേ. ലൂണാർ പോളാർ. അടുത്ത ചോദ്യമാണ്, ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ മനുഷ്യനാണ്? യൂജിൻ സെർണർ. വെരി ഗുഡ്. അപ്പൊ നമ്മൾ അന്ന് പഠിച്ചില്ലേ, ആദ്യം കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ്, അവസാനം നിലവിൽ കാലുകുത്തിയ ആരാണ്? യൂജിൻ സെർണർ. ഇതാട്ടോ പാച്ചുകൂട്ടം മറക്കരുത്, ചന്ദ്രനിൽ അവസാനമായി കാലുകുത്തിയ വ്യക്തിയുടെ പേര് യൂജിൻ സെർണാൻ. ഓക്കെ. കൂട്ടുകാരെ,
ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിച്ചു. നിങ്ങളോ? അപ്പോൾ ശരി കൂട്ടുകാരെ, അടുത്ത വീഡിയോയുമായി ഉടനെ ഞങ്ങൾ വരും. SS എജു വേൾഡിൻ്റെ കൂടെ കളിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.